നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ ശക്തമായ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിലും ഇടിമിന്നലിലും വീട് തകർന്നു. പുല്ലൂറ്റ് കോഴിക്കട 16 ഉന്നതിയിൽ താമസിക്കുന്ന വെളുത്തേരി സലാമിന്റെ വീടാണ് തകർന്നത്. പെരിഞ്ഞിനത്ത് സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവുമായി പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം അച്ചാങ്കണ്ടം ദേശത്ത് മാടേനി വീട്ടിൽ ശ്രീകുമാറാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതിൽ മൂലയിൽ പ്രവർത്തിക്കുന്ന വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. 2 സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പൊന്നാനിയിൽ നിന്ന് കന്യാകുമാരിയിൽ പോയി തിരികെ വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെറൈറ്റി ഷോപ്പിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ഭരണി, കലങ്ങൾ ഉൾപ്പെടെയുള്ള വിൽപ്പന സാധനങ്ങളും കടയുടെ ഷട്ടർ, കടയ്ക്കുള്ളിലെ ഗ്ലാസുകൾ, മറ്റു സാധനങ്ങളും തകർന്നിട്ടുണ്ട്. കാർ വാഷിന്റെ ബോർഡുകളും ഷീറ്റും നശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ ശക്തമായ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിലും ഇടിമിന്നലിലും വീട് തകർന്നു. പുല്ലൂറ്റ് കോഴിക്കട 16 ഉന്നതിയിൽ താമസിക്കുന്ന വെളുത്തേരി സലാമിന്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടിമിന്നലിൽ വിള്ളൽ സംഭവിച്ചിരുന്നു. തുടർന്ന് ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര നിലം പൊത്തി. തുടർന്ന് ഭിത്തി ചെരിഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് സലാമും കുടുംബവും വീടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് കൂലിപ്പണിക്കാരനായ സലാമിന്റെ കുടുംബം. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ ചൈതന്യ ബിജു, മുൻ വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ, കൗൺസിലർ PN രാമദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പെരിഞ്ഞിനത്ത് സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവുമായി പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം അച്ചാങ്കണ്ടം ദേശത്ത് മാടേനി വീട്ടിൽ ശ്രീകുമാറാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ അച്ചാങ്കണ്ടത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവ് സഹിതം തൃശൂർ റൂറൽ പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഫാദിൽ, GISമാരായ മണികണ്ഠൻ, ജോബി പോൾ, ഡ്രൈവർ CPO വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. VD സതീശനെ കേരള മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ബൈജു അറക്കൽ, ജസ്റ്റിൻ ഡൊമിനിക്, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കൊച്ചക്കാടൻ, മിനി ദാസൻ, ബിജി ഡേവിസ്, ഗിരിജ ശ്യാംകുമാർ, വിജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടുങ്ങല്ലൂരിൽ ശക്തമായ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിലും ഇടിമിന്നലിലും വീട് തകർന്നു. പുല്ലൂറ്റ് കോഴിക്കട 16 ഉന്നതിയിൽ താമസിക്കുന്ന വെളുത്തേരി സലാമിന്റെ വീടാണ് തകർന്നത്. പെരിഞ്ഞിനത്ത് സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവുമായി പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം അച്ചാങ്കണ്ടം ദേശത്ത് മാടേനി വീട്ടിൽ ശ്രീകുമാറാണ് പിടിയിലായത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.